പാട്ടിലെ തിങ്കൾ പൂ ആൻ ആമി, നമുക്ക് സുപരിചിതമായ ശബ്ദം. ഒട്ടേറെ സിനിമാ പാട്ടുകളുണ്ട്. ഇത്തവണ സംസ്ഥാന അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്, തിങ്കൾ പൂവിന് സംസ്ഥാന അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആമി നമ്മളോടൊപ്പം ദുബായിൽ നിന്നും ചേരുന്നത്. ആമി, അതിൻ്റെ ഒരു സന്തോഷം ആദ്യം പങ്കുവെച്ച് തുടങ്ങി. ഭയങ്കര ഹാപ്പിയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനൊരു അംഗീകാരം. അപ്പം എക്സ്പെക്ട് ചെയ്യാത്തൊരു അംഗീകാരം വരുമ്പോൾ നാച്ചുറലി ഡബിൾ ദ ഹാപ്പിനെസ് ആണല്ലോ. അപ്പം വെരി വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹ്യൂജ് താങ്ക്സ് ടു കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ആൻഡ് ഓൾ ദ ജൂറി മെമ്പേഴ്സ്. അതുപോലെ തന്നെ അഖിൽ സത്യൻ ഹു ഡയറക്റ്റഡ് പാച്ചുവും അത്ഭുതവിളക്കും ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ ഹു കമ്പോസ് ദ മ്യൂസിക്. അപ്പം അവർ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒട്ടേറെ പാട്ടുകൾ മുൻപ് പാടിയിട്ടുണ്ട്. ഒരു അവാർഡ് വിന്നിംഗ് സോങ്ങിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ പാട്ടിൻ്റെ ജേർണി ആക്ച്വലി കുറച്ച് നീണ്ടൊരു ജേർണിയാണ് ആസ് കമ്പയർ ടു അതർ സോങ്സ്. സാധാരണ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വിത്തിൻ എ മന്ത് ടു അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ പാട്ട് ആദ്യം വരുന്നത് 2021 മാർച്ച് സമയത്ത് എനിക്ക് അഖിൽ ഓഡിയോ പാട്ട് അയച്ചു തന്നു വിത്ത് ദ വീഡിയോ. അപ്പം അപ്പോഴത്തേക്ക് ഓൾറെഡി ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വോയിസ് ടെസ്റ്റ് എന്നുള്ള പോലെ പാടി തിരിച്ച് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പം അത് കേട്ടിട്ട് ജസ്റ്റിൻ സർ വാസ് ഹാപ്പി ആൻഡ് ഈവൻ അഖിൽ വാസ് ഹാപ്പി. അങ്ങനെ അത് കൺഫേം ചെയ്തു. പക്ഷേ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയും കുറച്ച് ഡിലേയും ഒക്കെ സംഭവിച്ചപ്പം കറങ്ങി തിരിഞ്ഞ് ജൂൺ 2022 പിന്നെ അഖിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അത്രയും ഒരു ഗ്യാപ്പ് വന്നു എന്നർത്ഥം. പിന്നെ നീയുണർന്നാലേ കനലാവാം താനേ തീയായി ആളാം ആ വഴികളിലായിരം മുറിയും മുള്ളുകളാകവേ വെൺചിറകിലായി വിണ്ണണയുക കാണാം പുതുലോകം തെളിയേണം നീ കാത്ത പുഞ്ചിരി തിങ്കൾ പൂവിൻ ഇതളവൾ മിന്നം തങ്കത്തിരിയവൾ. ഈ അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടിന് 2 തലങ്ങളുണ്ട് തോന്നുന്നു. ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കുട്ടിയുടെ ഒരു താരാട്ട് പാട്ടും എല്ലാം ആയിട്ട് അങ്ങനെ തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒരു വുമൺ എംപവർമെന്റും ഉണ്ട്. അതെ അതെ അതെ. അത് ആസ് ദ സോങ് പ്രോഗ്രസസ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് നമ്മൾ വിഷ്വൽ കാണുമ്പോഴും അത് അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ്. വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും ആ പാട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. തുടങ്ങുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് എ ലലബൈ, ഒരു താരാട്ട് പാട്ട്. പിന്നെ അത് മെല്ലെ മെല്ലെ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ പരീക്ഷ എഴുതുന്നു. അങ്ങനെ നമ്മൾ പറയില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടാണ് അങ്ങനെയൊക്കെ അത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി. അപ്പം അത് ഫൈനലി അത് എത്തിച്ചേരുന്നത് ഒരു വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ആ പോർഷനാണ് ഇപ്പൊ പാടിയത്. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു ഇമോഷൻ അതിനകത്തുള്ളത് കൊണ്ടാണ് ആ പാട്ട് പാടുന്ന നേരത്ത് ഞാൻ എൻ്റെ പേരൻസിനെ പറ്റി ചിന്തിച്ചത്. കാരണം എൻ്റെ പേരൻസ്, എൻ്റെ പപ്പയുടെ പേരൻസ് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ പപ്പ ടെക്നിക്കലി പേരൻസ് ഇല്ലാതെ പപ്പയുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സും പപ്പയുടെ അമ്മമ്മ, അതുപോലെ അങ്കിളുമാർ, ആൻറ്റിമാർ, ഇവരെയൊക്കെ കൂടിയാണ് പപ്പനെ വളർത്തിയത്. എൻ്റെ അമ്മയുടെ കാര്യത്തിലും അതെ. അമ്മയുടെ അപ്പച്ചൻ പപ്പ വളരെ ചെറുപ്പത്തിൽ, അമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പം അമ്മേനെ വളർത്തിയതും, അമ്മയ്ക്ക് താഴെ ഐ തിങ്ക് 5 സിബ്ലിങ്സ് ഉണ്ട്. അവർ ടോട്ടൽ 6 മക്കളാണ്. അപ്പം അമ്മച്ചിയാണ് വളർത്തിയത്. അപ്പം അമ്മച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം is one of the strongest women I've met in my life. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് പാടുന്നതിന് മുൻപ്, സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി നമ്മൾ കണ്ണിന്ന് വെള്ളം വന്നായിരുന്നു. അതൊന്നും അങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ജേർണി വാസ് വെരി ലോങ്. അപ്പൊ അതിലേക്ക് അങ്ങ് ഫൈനലി എത്തി എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതും പിന്നെ എല്ലാം കൂടി ആയിട്ടായിരിക്കും. വിദ്യാധരൻ മാഷുമായിട്ടാണ് അവാർഡ് തവണ പങ്കിട്ടുള്ളത്. ദുബായിൽ വെച്ച് മറ്റൊരു അനുഭവം ഉണ്ടല്ലേ? അതെ അതെ. അത് 2005 തോന്നുന്നു. ഇവിടെ വോയിസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജഡ്ജ് ചെയ്തത് വിദ്യാധരൻ മാഷാണ്. അപ്പം എനിക്ക് സാറിൻ്റെ മുമ്പിൽ പാടാനും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാനും അത് കഴിഞ്ഞത് ജയിക്കാൻ പറ്റി. അതും കൂടി സംഭവിച്ചു. എന്നിട്ട് സാറിൻ്റെ ബ്ലെസ്സിങ്സോടെയാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ടു തിങ്ക് ദാറ്റ് ഇപ്പം ഇത്രയും കഴിഞ്ഞ് ഫൈനലി ഇങ്ങനെ കേരള സ്റ്റേറ്റ് എന്താ പറയുക ബെസ്റ്റ് സിംഗർ അവാർഡ് സാറിൻ്റെ കൂടെ മേടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ട്രൂലി ഹംബ്ലിങ്. മമ്മൂട്ടിയുടെ 2 സിനിമകൾ, ആദ്യം പുള്ളിക്കാരൻ സ്റ്റാറാണ്, പിന്നീട് ഇപ്പോൾ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള കാതൽ. അവാർഡിന്റെ കാര്യത്തിൽ കാതൽ ഇത്തവണ കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട്. അതെ അതെ, ആബ്സല്യൂട്ട്ലി. ഒരുപാട് സന്തോഷം. ഇറ്റ്സ് ലൈക്ക് പാച്ചുവും അത്ഭുതവിളക്കും എന്നുള്ളതിന്
അംഗീകാരം കിട്ടുന്നു. അതും അതൊരു ടീം വിൻ തന്നെയാണ്. എല്ലാവരുടെയും എഫേർട്ട് കാരണമാണ് അത്. ഇറ്റ്സ് നെവർ ജസ്റ്റ് ആ ഒരു ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള സംഭവം ശരിയാണ്, പക്ഷെ എന്നാലും ഇറ്റ്സ് ഫോർ ഓൾ, ഇറ്റ്സ് ഫോർ ദി എൻറ്റയർ ടീം. അപ്പം ഇതൊക്കെ കൂടാണ്ടാണ് ഇരട്ടി സന്തോഷം തരുന്ന കാതൽ എന്നുള്ള സിനിമയ്ക്ക് മൾട്ടിപ്പിൾ അവാർഡ്സ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ മൾട്ടിപ്പിൾ അവാർഡ്സ് ആണ് ജയിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു പാട്ടും പാടാൻ പറ്റിയായിരുന്നു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിയത് മാത്യൂസ് പുളിക്കനാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. മമ്മൂട്ടി സാറിന് വേണ്ടി പിന്നെയും പാടാൻ പറ്റി. അങ്ങനെ ഒരുപാട് സന്തോഷം. കൺമുന്നിൽ കാണും ദൂരങ്ങളിൽ കാണാതെ പോകുന്നുള്ളകങ്ങൾ, തോരാതെ പെയ്യും നേരങ്ങളിൽ കേൾക്കാതെ പോകും നൊമ്പരങ്ങൾ. നീയാണെന്നാകാശം നോവുമ്പോഴും ആത്മാവിനാനന്ദം തൂവുമ്പോഴും. ഈ പാട്ടിനൊപ്പം കുറെ സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളൂ, പ്രത്യേകിച്ച് കല്യാണിക്ക് വേണ്ടിയിട്ടൊക്കെ ഡബ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഡബിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ കാണുന്നത്? ഡബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. പക്ഷേ എൻ്റെ പ്രൈമറി ഫോക്കസ് സിംഗിങ് തന്നെയാണ്. പാട്ടാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചുകൊണ്ട് എനിക്ക് രണ്ടും, പാട്ടാണെങ്കിലും ഡബാണെങ്കിലും ഭയങ്കര രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. രണ്ടും ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. വീണ്ടും പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യപ്പക്കോയിലോ ആദ്യ പാട്ട് വരുന്നു, പിന്നീട് കൂടെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അസോസിയേഷൻ? ഞാൻ ബാംഗ്ലൂരാണ് ആ സമയത്ത്. ചില പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് എം ജയചന്ദ്രൻ സാറാണ്, പക്ഷെ ഞാൻ പാടിയ പാട്ട് ചെയ്തിട്ടുള്ളത് രഘു ദീക്ഷിത് ആണ്. ചുമ്മാ അങ്ങനെ ഗിറ്റാർ കൊടുത്ത് മൂളി തന്നു, എന്താ സംഭവം എന്നുള്ളത് പാടി തന്നു. അപ്പൊ ലിറിക്സും ആയിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാം പാരലലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ ആദ്യം പാടിയത് ചുമ്മാ താരാരാ നാനാന്നൊക്കെയാണ്. അത് ഓക്കെ ആയപ്പോഴാണ് ലിറിക്സ് വരുന്നത്. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഇതിന്റെ ഫൈനൽ റെക്കോർഡിങ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇത് റെക്കോർഡ് ചെയ്തതും വെരി നെക്സ്റ്റ് ഡേ ഇവർ ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നത് ഈ പാട്ടിന്റെ ഷൂട്ട് വെച്ചിട്ടാണ്. അപ്പം ആദ്യം അവർ ഷൂട്ട് ചെയ്യുന്നത് ആരാരോ എന്നുള്ള പാട്ടാണ്. ആ പടത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. ഹൃദയമേ ചിറകാർന്നതെന്തിനോ, പ്രണയമേ നിറവാനമാകയോ, ഉദയ താരമേ അരികിലൊന്നു നീ, പ്രിയനുമായി വേഗം പോരൂ. ഞാൻ പഠിച്ചതും മറ്റൊക്കെ ദുബായിൽ തന്നെയാണ്. ഈ പാട്ട് എങ്ങനെയാണ് ദുബായിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കുറേ വേദികളിലൊക്കെ കണ്ട് മലയാളികളൊക്കെ നേരിട്ട് കണ്ട് മലയാളികൾക്ക് മുന്നിൽ പാടി തെളിഞ്ഞാണ് വരുന്നത്. എന്താണ് ദുബായിയെ കുറിച്ച്, നമ്മുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ദുബായ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ദുബായ് ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ തുടക്കം ഇവിടെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷോസ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഒരു സ്കൂൾ കാലത്തൊക്കെ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പങ്കെടുത്തത് ഇവിടെ വെച്ചാണ്. അപ്പം അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി അതുപോലെ കൂടെ നിന്നിട്ടുണ്ട്. പപ്പ അമ്മ, എനിക്കൊരു അനിയനുണ്ട് കെവിൻ, അവൻ കാനഡയിലാണ്. അവിടെ സിറ്റി ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. പിന്നെ പപ്പ അവിടെ ഓവർ 40 years ആയിട്ട് ഉണ്ട്. ജോയ്, അതെ, അൽസോറ ട്രാവൽസിൽ ഹീസ് മാനേജിങ് ദ ട്രാവൽ ഏജൻസി. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്, അതെ, ബെറ്റി. പിന്നെ അനിയന്റെ പേര് ടീച്ചർ കൂടിയായിരുന്നു. അതെ, ആയിരുന്നു. പിന്നെ അനിയൻ കെവിൻ കാനഡയിൽ. അതെ. ഏതായാലും സന്തോഷത്തോടു കൂടി, ഇത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് കൺവെന്റിലൂടെ പാടി നടന്നിട്ടുള്ള ഒരാൾ സംസ്ഥാന അവാർഡ് നേടുന്നു. നാഷണൽ അവാർഡിലേക്കെല്ലാം ഇനി പോകട്ടെ. എല്ലാവിധ ആശംസകളും കൂടുതലായിട്ടുള്ള അവസരങ്ങളും കൂടെ ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.